പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പ്രതി ചെന്താമര. പ്രതിയെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. സജിത വധക്കേസിൽ ജാമ്യത്തിൽ കഴിയവേ കഴിഞ്ഞ ജനുവരി 27-നാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കോടതി നടപടികൾക്ക് ശേഷം ചെന്താമരയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കേരളത്തെ ഞെട്ടിച്ച അരുങ്കൊല ആയിരുന്നു പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം. സംശയത്തിൻ്റെ പേരിൽ ആരംഭിച്ച കൊലപാതക പരമ്പര എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ആദ്യ കൊലപാതകത്തിന് കഴിഞ്ഞ ദിവസം ആണ് കോടതി ഇരട്ട ജീവപര്യന്തം അടക്കം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ഈ കേസിൽ പരോളിൽ ഇറങ്ങിയ സമയത്തായിരുന്നു അടുത്ത 2 കൊലപാതകങ്ങൾ കൂടി നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ആണ്. പിന്നീട് ഈ കൊലപാതക കേസിലും വിചാരണ നടന്ന് ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. പക്ഷേ സുപ്രീം കോടതി ആത്യന്തികമായി പറയുന്നത് ഏതൊരു ജീവപര്യന്തവും അത് ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ്. അതായത് ജീവിതകാലം മുഴുവൻ കോടതിയിൽ കിടക്കണം എന്ന് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ പല പ്രതികൾക്കും കോടതിയിലെ വിധി ഇതാണ് എങ്കിൽ പോലും നല്ല നടപ്പ് ഉൾപ്പെടെയൊക്കെ ഉള്ള പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് പിന്നീട് ഇളവ് നൽകാറുണ്ട്. പക്ഷേ ചെന്താമരയുടെ കേസിൽ ഇനി അടുത്ത കൊലപാതകത്തിലേക്ക്, അതായത് ഒരു കൊലപാതകത്തിന് ശേഷം പിന്നീട് നിർവഹിച്ച 2 കൊലപാതകം ആണ്. ഒരുപക്ഷെ വിചാരണ ഘട്ടത്തിൽ ഒക്കെ അത് വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ തൂക്കുകയർ പോലെയുള്ള വലിയ ശിക്ഷാവിധികൾ പോലും വരാൻ സാധ്യതയുള്ള ഒന്നാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഇരട്ടക്കൊലപാതകത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. പക്ഷേ പ്രതിയെല്ലാം നിഷേധിക്കുകയാണല്ലോ. അതെ അഭിലാഷേ, ശനിയാഴ്ചയായിരുന്നു ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രസ്താവന ഉണ്ടായത്. വിധിയിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് നൽകിയത്. അത് സജിത കൊലപാതക കേസിലെ റിമാൻഡിൽ ഇരിക്കുമ്പോഴാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷമാണ് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. അതിന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കലായിരുന്നു ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം ജഡ്ജി ചെന്താമരയോട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നതിന് ഇല്ല എന്നുമാണ് ചെന്താമരയുടെ മറുപടി. യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചെന്താമരയെ ഇന്ന് തൃശൂർ വിയ്യൂരുള്ള അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതാണ് ഇന്ന് അവിടെ കോടതിയിൽ സംഭവിച്ചത്. ഇതായിരുന്നു കോടതി. ഇതൊരു സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. പക്ഷേ പ്രതി കുറ്റങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഈ കേസിലും ഇനി വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. കേസിൽ വിധിയടക്കം വരേണ്ടതുണ്ട്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് ഇന്ന് മറ്റൊരു കൊലപാതകത്തിൽ, അതും ഇരട്ട കൊലപാതകത്തിൽ കുറ്റപത്രം വായിച്ച് കേട്ടത്.